ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവിളായി കണ്ണേർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും ആദ്യമൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിചാരിച്ചിരുന്നത് അങ്ങനെ എന്താ പറയുക, നമ്മളെ ഒരു സമയമുണ്ടല്ലോ, നമുക്ക് ആ ഒരു സമയത്തിന് നമ്മളതെല്ലാം ശരിയാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് ഇപ്പം കുറെ നാളായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, ഓരോ അനുഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അപ്പോൾ അതനുസരിച്ച് വേണം കാര്യങ്ങൾ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നല്ലതാണ് എന്ന് തോന്നിയിട്ട് നമ്മളത് ചെയ്യണം. അപ്പം അത് വിചാരിച്ച് നമ്മളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ ആരോടെങ്കിലൊക്കെ ഇതിങ്ങ് പറയും, നമ്മളെ സന്തോഷം പങ്കുവയ്ക്കുന്നതാണ്. പക്ഷെ അത് അവർക്കത് ചിലപ്പം അവര് സന്തോഷത്തോടെ കേൾക്കും. പക്ഷെ അതില് ശേഷം അവരത് മനസ്സിൽ അല്ലെങ്കിൽ അവരിങ്ങനെ ചുമ്മാ ഒന്ന് വിചാരിച്ചാൽ മതി, അവർക്കൊക്കെ അങ്ങനെ കിട്ടിയല്ലോ, കിട്ടാൻ പോണല്ലോ എന്നൊക്കെ തീർന്നു. പിന്നെ ആ കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ല. അപ്പൊ അതാണ് ചെറിയൊരു കണ്ണൊക്കെ മതി, അപ്പൊ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നു. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ ജനിച്ച് എന്റെ പപ്പ എപ്പോഴും പറയായിരുന്നു, ഞാൻ ജനിച്ചതിന് ശേഷമാണ് പപ്പയ്ക്കെല്ലാം പോയത്. അപ്പൊ എന്റെ ഇതാണ്. അപ്പൊ ഞാനും അപ്പൊ എപ്പോഴും എന്റെ മനസ്സിലും ഞാൻ ആ ഒരു നെഗറ്റീവ് തോട്ടായിട്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും വിചാരിക്കും ഞാൻ അങ്ങനെയാണ്, അപ്പൊ എന്റെ അതിനകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കെല്ലാം നെഗറ്റീവാണ് വരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ പിന്നീട് എനിക്കിപ്പം കുറച്ച് നാളായിട്ടാണ് മനസ്സിലാവുന്നത്, ഇതൊക്കെ നമ്മുടെ ഓരോ എന്താ പറയുന്നത്, ഒരു ഈവിളായി അല്ലെന്നുണ്ടെങ്കിൽ കണ്ണേർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു കണ്ണാണ് നമ്മുടെ ജീവിതത്തിൽ മെയിൻ പ്രശ്നക്കാര് എന്ന് മനസ്സിലായി. അപ്പൊ പിന്നീട് ഞാൻ അതിനുശേഷം ഇങ്ങനെ അനുഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ മാക്സിമം എനിക്കുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആരോടുമായിട്ട് അധികം ഷെയർ ചെയ്യാതെ ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം ഇപ്പൊ പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാതെ ഇപ്പം തട്ടുകേടില്ലാതെയൊക്കെ പോകാനൊക്കെ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മീൻസ് ഇതേപോലെ നിങ്ങളും അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളോടൊന്നും പറയാതെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മൊത്തം അത് സക്സസ് ആയതിനു ശേഷം മാത്രം ആളുകളോട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് തുടക്കത്തിലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളത് എല്ലാവരോടും പറഞ്ഞ് വെറുതെ അത് നടക്കാതെ ഇരിക്കേണ്ട അവസ്ഥ വരരുത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ശരി, ബൈ.